കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ക്ലോക്ക് ടവർ തകർന്നു വീണു. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് തകർന്നു വീണത്. 2 മണിക്ക് പുറപ്പെടേണ്ട കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ പ്ലാറ്റ്ഫോമിലുള്ളപ്പോഴാണ് അപകടം. 100 വർഷത്തിലേറെ പഴക്കമുള്ള ക്ലോക്ക് ടവറാണ് തകർന്നു വീണത്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ട്രെയിൻ ഗതാഗതം പുനഃക്രമീകരിച്ചു. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും. സമീർ, അപ്പോൾ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ക്ലോക്ക് ടവർ, അതിങ്ങനെ അവിടെ തലയുയർത്തി നിൽക്കുന്ന ഒരു ചിഹ്നം കൂടിയായിരുന്നു. അത് തകർന്നു വീണു. പക്ഷേ ഭാഗ്യവശാൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടായില്ല എന്ന് വേണം പറയാൻ. ജിൽസി, രാവിലെ 11:15 കൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 2ാം പ്ലാറ്റ്ഫോമിലെ ഒരു കൂറ്റൻ ക്ലോക്ക് ടവറാണ് തകർന്നു വീണിരിക്കുന്നത്. അത് ശക്തമായ മഴ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഭാഗത്ത് അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതിനോട് ചേർന്ന ഭാഗത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ സമയത്ത് ഈ പ്ലാറ്റ്ഫോമിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ജീവനക്കാരും ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ് വലിയ ഒരു ദുരന്തം ഒഴിവായിരിക്കുന്നത്. ഇവിടെ ഒരു പാസഞ്ചർ ട്രെയിനുണ്ട്. അത് ഇന്നലെ ഹാൾട്ട് ചെയ്തതാണ്. അത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും അതിനകത്തും യാത്രക്കാരൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു വലിയ ദുരന്തം ഒഴിവായിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം റെയിൽവേക്കെതിരെ ഉയർന്നുണ്ട്. ഈ അപകടം കണ്ടെത്തിയിരുന്നു, ഈ വിള്ളൽ കണ്ടെത്തിയിരുന്നു ഈ കെട്ടിടത്തിൽ എന്നുള്ള കാര്യമാണ് അവർ സ്ഥിരീകരിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് പൊളിച്ചു നീക്കാനുള്ള നടപടികൾക്ക് തുടക്കമാവുകയും ചെയ്തിരുന്നു എന്നാണ് അവർ വിശദീകരിക്കുന്നത്. പക്ഷേ ഈ ഭാഗത്ത് ഒരു അപായ സൂചന പോലും ഉണ്ടായിരുന്നില്ല, ഒരു സൂചനാ ബോർഡ് പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ യാത്രക്കാരും അതുപോലെ ജീവനക്കാരും ഒക്കെ ഇതിനകത്തൂടെ കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരമൊരു സമയത്തായിരുന്നു ഈ അപകടമെങ്കിൽ അത് വലിയ രീതിയിലേക്ക് അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുമായിരുന്നു. ഭാഗ്യം കൊണ്ട് എന്ന് പറയാം അത്തരമൊരു അപകടം ഒഴിവായത്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. പാലക്കാട് റെയിൽവേ അധികൃതരാണ് അതുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് അന്വേഷണത്തിനായി എത്തുന്നത്. ഒപ്പം അവരുടെ പരിശോധന വൈകാതെ തന്നെ ഉണ്ടാകും എന്ന കാര്യം കൂടി PRO അറിയിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വലിയ അപകടം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ട്രെയിൻ സർവീസുകളെല്ലാം തന്നെ താറുമാറായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സർവീസുകളൊക്കെ തന്നെ അത് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് പുറപ്പെടേണ്ടതും അതുപോലെ ഇവിടെ എത്തിച്ചേരേണ്ടതുമായിട്ടുള്ള ട്രെയിനുകളൊക്കെ തന്നെ അതിന്റെ സമയം പുനഃക്രമീകരിച്ചുകൊണ്ട് അത്തരമൊരു അറിയിപ്പ് കൂടി റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ വിഷയത്തിൽ റെയിൽവേക്ക് ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ടായി എന്നാണ് സ്ഥലം സന്ദർശിച്ച MLA-മാരായിട്ടുള്ള K. ജയന്തും അതുപോലെ PA മുഹമ്മദ് റിയാസും പറയുന്നത്. ഇങ്ങനെ പൊളിച്ചു നീക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അതായത് ഇന്ന് രാവിലത്തോടുകൂടെ പൊളിക്കും എന്നുള്ള നിർദ്ദേശം കൂടി അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത്തരമൊരു അറിയിപ്പ് കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ ട്രാക്കിൽ ഇത്തരത്തിൽ ഒരു ട്രെയിൻ ഉണ്ടാവുക എന്നുള്ള ഒരു വലിയ ചോദ്യം MLA-മാർ ഉന്നയിക്കുന്നുണ്ട്. അത്തരമൊരു ചോദ്യമാണ് ഉയർന്നത്. അത് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് വിവരങ്ങൾ